ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് പൂജയ്ക്കായി ഗുരുദ്വാരയിലെ പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ആർമിയിലെ കരസേന ഓഫീസർ ആയിരുന്ന സാമുവൽ കമലേശനെ പിരിച്ചുവിട്ട സംഭവം സുപ്രീം കോടതിയുടെ ഇടപെടലോടെ ഇപ്പോൾ വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. 2017 കാലത്ത് കരസേന ഓഫീസറായിരിക്കെ റെജിമെന്റിലെ ഗുരുദ്വാരയുടെ ഉള്ളിൽ ശ്രീകോവിലിൽ കയറി മതപരമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാൻ തൻ്റെ സീനിയർ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചപ്പോൾ അത് വിസമ്മതിച്ചതിനെ തുടർന്നാണ് അന്ന് ലെഫ്റ്റനന്റ് റാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സാമുവൽ കമലേശനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സൈനിക സേവനത്തിൽ നിന്ന് പിരിച്ചുവിട്ടത്. സൈന്യത്തിന്റെ ഡ്യൂട്ടിയിലല്ലാത്ത ഒരു മതപരമായ അനുഷ്ഠാനത്തിനായി തൻ്റെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ സൈനിക സേവനത്തിൽ നിന്ന് തന്നെ നിർബന്ധമായി പിരിച്ചുവിട്ടതിനെതിരെ ദില്ലി ഹൈക്കോടതിയിൽ പോയി എങ്കിലും കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞു. പിന്നാലെ സുപ്രീം കോടതിയിലും സാമുവൽ കമലേശൻ ഹർജിയുമായി എത്തിയെങ്കിലും കോടതി ആ ഹർജിയും തള്ളിക്കളഞ്ഞ് ദുഷ്ടൻ, അയോഗ്യൻ എന്നിങ്ങനെ ശാസിക്കുകയാണ് ഉണ്ടായത്. സിഖുകാരനായ സഹസൈനികരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാത്ത നടപടി വളരെ മോശമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി ദില്ലി കോടതിയുടെ വിധിന്യായത്തെ ശരിവെച്ചത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ലി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ക്രിസ്ത്യൻ ഓഫീസറുടെ പുറത്താക്കൽ നടപടിയെ ശരിവെച്ചത്. 2017 ലഫ്റ്റനന്റായി നിയമിതനായ കമലേശൻ സിഖ് ഭൂരിപക്ഷമായ സൈനികരുള്ള സ്ക്വാഡ്രണിന്റെ തലവനായി സേവനം ചെയ്തു വരികയായിരുന്നു. സിഖുകാരായ എല്ലാ സഹപ്രവർത്തകരോടും സബോർഡിനേറ്റ്സിനോടും മാന്യമായി സഹകരിച്ച് തന്നെ തൻ്റെ മതവിശ്വാസത്തിനും മതസ്വാതന്ത്ര്യത്തിനും വിരുദ്ധമായി ഗുരുദ്വാരയിൽ പൂജയ്ക്കായി നിർബന്ധിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്നും തൻ്റെ വിശ്വാസമനുസരിച്ച് അത് കഴിയാത്തതിനാലാണ് താൻ നിരസിച്ചത് എന്നും അദ്ദേഹം വാദിച്ചു. ഗുരുദ്വാരയിലെ ശ്രീകോവിലിൽ പ്രവേശിച്ച് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ തനിക്ക് കഴിയില്ല എന്നും പകരം പുറത്തു നിന്ന് പൂവ് സമർപ്പിക്കാം എന്നുമാണ് താൻ പറഞ്ഞത് എന്നും സൈനികനായിരിക്കെ എന്നും എല്ലായിടത്തും എല്ലാ മതങ്ങളുടെയും ആരാധനകൾ നടക്കുന്ന സർവധർമ്മ സ്ഥാനുക്കളിൽ താൻ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നുവെന്നും അപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നും ഒരേ ഒരു സീനിയർ ഓഫീസർ മാത്രമാണ് തനിക്കെതിരെ നടപടി തുടങ്ങിയത് എന്നും സാമുവൽ അഭിഭാഷകൻ മുഖേന കോടതിയിൽ ബോധിപ്പിക്കുകയുണ്ടായി. തന്നെ മറ്റു മതത്തിലെ ആരാധനയ്ക്ക് നിർബന്ധിക്കാനാവില്ല എന്നും ഭരണഘടന അതിന് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് എന്നും കമലേശൻ വ്യക്തമാക്കി എന്നതുമടക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ നീതി വെളിപ്പെടുത്തുന്ന നിരവധി വാദങ്ങൾ അദ്ദേഹത്തിനായി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഗോപാൽ ശങ്കർ നാരായണൻ വാദിക്കുകയുണ്ടായി. ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയുടെ ഒരു വിധിന്യായത്തെ അച്ചടക്കമുള്ള പൗരന്മാരെല്ലാം ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. എന്നാൽ സൈന്യത്തിൽ ചേരുന്നവർ സ്വന്തം മതവിശ്വാസത്തെ ത്യജിക്കണമെന്ന് ഒരിടത്തും രേഖയില്ല. സൈനിക സേവനത്തോടൊപ്പം വിശ്വാസിയായി തുടരുവാനും സ്വാതന്ത്ര്യമുണ്ട്. അതിന് സൈന്യത്തിൽ അവസരമുണ്ടെന്നിരിക്കെ തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചത് എങ്ങനെ ധിക്കാരമായി മാറും എന്ന കാര്യം മതവിശ്വാസികൾക്കെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യമായി മാറിയിരിക്കുകയാണിപ്പോൾ. ഗുരുദ്വാരയിൽ കയറി പൂജ ചെയ്തില്ല എന്ന ഒറ്റ കാര്യം ഒഴിച്ചാൽ സൈനികമായ പല കാര്യങ്ങളിലും അങ്ങേയറ്റം ഏബിൾഡായ ഓഫീസറാണ് കമലേശൻ എന്ന് കോടതി തന്നെ നിരീക്ഷിച്ച സ്ഥിതിക്ക് നമ്മുടെ സൈന്യത്തിനാവശ്യം ഏബിൾഡായ ഓഫീസർമാരെയാണോ അതോ സ്വന്തം മതത്തിൻ്റെ അല്ല മറിച്ച് ഇതര മതത്തിൻ്റെ പൂജ ചെയ്യുന്ന അനുസരണമുള്ള ഉദ്യോഗസ്ഥരെയാണോ എന്ന കാര്യം ഇവിടെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി മാറുകയാണ്. കോടതിയുടെ അന്തിമവിധിയെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തൻ്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച സാമുവൽ കമലേശന് പ്രാർത്ഥനകളും പിന്തുണകളും നൽകുക കൂടിയാണ്.